ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ്. ദാറ്റ് ഇസ് ദ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, പല സർക്യൂട്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് ഗാൽവനോമീറ്റർ? നിങ്ങൾക്ക് എന്താണെന്ന് ജസ്റ്റ് പലർക്കും അറിയുമായിരിക്കും. എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ? യെസ്, അത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെങ്ത് കുറഞ്ഞ വീക്ക് സിഗ്നലുകൾ അല്ലേ, വളരെ ലോ സിഗ്നലുകളൊക്കെ അല്ലേ, വെരി സ്മോൾ ഇലക്ട്രിക് കറണ്ട്, വളരെ കുറഞ്ഞ അളവിലുള്ള ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനും അതിൻ്റെ ഡയറക്ഷൻ ഡിറ്റക്റ്റ്, ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏത് ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സ്മോൾ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. ചെറിയ ഇലക്ട്രിക് കറണ്ടും അതിൻ്റെ ഡയറക്ഷനും കാണാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇത് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇത് നമ്മളതിൻ്റെ ടോപ്പ് വ്യൂ ആണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു ഗാൽവനോമീറ്റർ. ആ ഗാൽവനോമീറ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ നീഡില് അല്ലേ, അതുപോലെ തന്നെ സെൻട്രലായിരിക്കും 0 എന്ന് പറയുന്നത് ഉണ്ടാവുക. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ ഒരുപാട് മാർക്ക് അല്ലേ, 10, 20 എന്നൊക്കെ പറഞ്ഞ ഡിവിഷൻസ് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ലെഫ്റ്റിലേക്കും ഉണ്ടാവും, റൈറ്റിലേക്കും ഇങ്ങനെ ഡിവിഷൻസ് കൊടുക്കുന്നുണ്ട്. സെൻട്രലായിരിക്കും. സാധാരണ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ നീഡിൽ നേരെ 0ക്ക് നേരെ ആയിരിക്കും നിൽക്കുക. എന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഒരു സിലിണ്ട്രിക്കൽ കോറിൻ്റെ മുകളിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ കുറച്ച് കോയിൽ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതൊരു സിലിണ്ടർ ഷേപ്പാണ്. ആ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് ഇത് കേട്ടോ. മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണ് ആ സിലിണ്ടറിന്റെ മുകളിൽ. അപ്പോൾ ആ സിലിണ്ടറിന്റെ താഴെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു റെക്ടാങ്കിൾ. ഇവിടെ റെക്ടാങ്കിൾ നേരെ ഇങ്ങനെ താഴോട്ട് പോകും, പിന്നെ അവിടെ ഇങ്ങനെ അല്ലേ, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണ്? ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഓക്കെ, ആൻഡ് ദിസ് സിലിണ്ടർ ഈസ് കണക്റ്റഡ് ടു എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങുമായിട്ട് ഈ സിലിണ്ടറിൻ്റെ ഒരു എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. വൺ എൻഡ് ഈസ് കണക്റ്റഡ് വിത്ത് എ സ്പ്രിങ്. ഒരു ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇത് ഈ സ്പ്രിങ്ങിനെ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ് ടൈറ്റ് ആകും. അപ്പോൾ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 2 മാഗ്നറ്റിക് പോൾസ് ഉണ്ട്. ഒരു നോർത്ത് പോളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട്. ഇതൊരു കോൺകേവ് ഷേപ്പ്ഡ് മാഗ്നറ്റിക് പോൾസ് ആണ്. ഇത് എപ്പോഴും റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. റേഡിയൽ എന്ന് പറഞ്ഞാൽ റേഡിയസ്, അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഈ ഈ സിലിണ്ടറിക്കൽ സിലിണ്ടറിൻ്റെ ഒരു ഭാഗത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു നീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നീഡിൽ നോക്കിയിട്ടാണ്, നീഡിൽ സ്കെയിൽ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതായത് ആക്ച്വലി ഇവിടെ 0 ഡിഗ്രി നേരെ നിൽക്കുകയാണെങ്കിൽ 0 ആയിരിക്കും, ഒരു കറണ്ടും ഇല്ല. ഇനി കുറച്ച് കറണ്ട് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് ശരിയാൻ തുടങ്ങും അല്ലേ. കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ അല്ലേ, നമുക്ക് വേണമെങ്കിൽ തീറ്റ ആംഗിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ആംഗിൾ എന്ത് ചെയ്യും? കൂടും. കറണ്ടിനനുസരിച്ച് ഇങ്ങനെ കൂടും. അപ്പോൾ എങ്ങനെയാണ് ഈ ആംഗിൾ? അതല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ സ്പ്രിങ് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ആ ഈ റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ ആംഗിളിൽ ചേഞ്ച് ഉണ്ടാവും. ആ ആംഗിളിനനുസരിച്ച്, ഈ നീഡിൽ ഉണ്ടാക്കുന്ന ആംഗിളിനനുസരിച്ചാണ് കറണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മെഷർ. അപ്പോൾ ആംഗിളിനനുസരിച്ച് നമുക്ക് എങ്ങനെ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. കറണ്ടും ഇവിടെ ഉണ്ടാകുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയൊരു റിലേഷൻ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാൽവനോമീറ്ററിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? കറണ്ട് കൊടുക്കുകയാണ്. ഗാൽവനോമീറ്റർ 2 സ്ക്രൂ ഉണ്ടാവും, 2 പ്ലസ് മൈനസ് കൊണ്ട് ഓരോ സ്ക്രൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ വയർ എവിടെയാണോ നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് കറണ്ട് കാണേണ്ടത് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഗാൽവനോമീറ്റർ 2 നോബ്സ് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ആ കണക്റ്റഡ് വയർ നേരെ ഗാൽവനോമീറ്ററിൽ ഞാൻ പറഞ്ഞു ഒരു സിലിണ്ടറിക്കൽ കോർ ഉണ്ട്, അതിനെ ചുറ്റിയിട്ടൊരു ഒരു കോയിൽ ഉണ്ട്. ആ കോയിലിലേക്കാണ് കറണ്ട് പോവുക. അപ്പോൾ ആ കറണ്ട് ആ കോയിലിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ, ഒരു റെക്ടാങ്കുലാർ കോയിലിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുമ്പോൾ, ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ അതേപോലെ ഒരു ടോർക്ക് ഈ ഗാൽവനോമീറ്ററിൻ്റെ കോയിലിൻ്റെ മുകളിൽ ഉണ്ടാകും. ആ ടോർക്കാണ് IANB സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ കോയിൽ എപ്പോഴും ഈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ, ഗാൽവനോമീറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എപ്പോഴും ഈ കോയിലിൽ നോക്കുമ്പോൾ കോയിൽ കുത്തനെയായിരിക്കും അവിടെ ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും
എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. തീറ്റ ഈസ് ഓൾവേസ് 90. സോ സൈൻ 90 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ടോസ് ഈക്വൽ എന്ത് കൊടുത്താൽ മതി? IANB എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ I is the current, A is the area of the loop, N is the number of turns and B is the strength of the magnetic field where we use. നമ്മൾ പറഞ്ഞല്ലോ അവിടെ റേഡിയൽ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് B. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ടോർക്ക് അല്ലെ, അപ്പൊ ആ സിലിണ്ടറിന്റെ മുകളിൽ എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഉള്ള സിലിണ്ടറിന്റെ മുകളിൽ ഒരു ടോർക്ക് ഉണ്ടാവും. ആ സിലിണ്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യും. ടോർക്ക് ഉണ്ടായ റൊട്ടേഷൻ എഫക്റ്റ് ആണ്, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പ്രിങ്ങുമായിട്ടാണ് ഈ സിലിണ്ടറിനെ അറ്റാച്ച് ചെയ്തുള്ളത്. ആ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? ആ സ്പ്രിങ് തിരിയുമ്പോൾ ഒരു സ്പ്രിങ്ങിനെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിലൊരു ഓപ്പോസിറ്റ് അല്ലേ, നമ്മളൊരു സ്പ്രിങ്ങിനെ എന്താണ് വെച്ചാൽ ഇപ്പോൾ അമർത്തുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു എന്തുണ്ടാകും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. വലിക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ റൊട്ടേഷണൽ എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സ്പ്രിങ്ങുകളുണ്ട്. അതിനെ തിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. സോ ഇവിടെ പറയുന്നത് കോയിൽ റൊട്ടേറ്റ്സ് ആൻഡ് എ റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഡെവലപ്ഡ് ഇൻ ദ സ്പ്രിംഗ്. അപ്പൊ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിനകത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആ സ്പ്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്കിന് ആ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ടോർക്ക് ഇസ് ഈക്വൽ ടു സി തീറ്റ. സി എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പ്രിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചതാണ്. സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടോർക്ക് എഫക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ സി. ആ സിക്ക് പറയുന്ന പേര് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്നാണ്. കപ്പിൾ ഓഫ് ഫോഴ്സസ് കേട്ടിട്ടുണ്ടാവും. റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാകുന്ന സംഗതിയാണ് കപ്പിൾ. അപ്പൊ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണ് സി. ആൻഡ് തീറ്റ ഈസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നോ, കുറച്ച് ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ അവിടെ കുറച്ച് ടോർക്കേ ഉണ്ടാവുള്ളൂ. കൂടുതൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടോർക്കിന്റെ അളവ് എന്ത് ചെയ്യും? അപ്പൊ തീറ്റ കൂടുന്നതനുസരിച്ച് ടോർക്കും എന്ത് ചെയ്യും? കൂടും. ആൻഡ് സി ഇസ് ദ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അതായത് ഒരു യൂണിറ്റ് ട്വിസ്റ്റ്, യൂണിറ്റ് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ടോർക്കിനെയാണ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ 10 ഡിഗ്രി ആണെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഇൻറ്റു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ ടോർക്ക് നമുക്ക് കിട്ടും. അതാണ് എക്സ്പ്രഷൻ ടോസ് ഈക്വൽ ടു സി തീറ്റ. മനസ്സിലാക്കുക. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, എത്ര ഡിഗ്രിയാണ് അത് റൊട്ടേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കറണ്ട് പോകുമ്പോൾ ടോർക്ക് ഉണ്ടാവും. ടോർക്കിന് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. എപ്പോഴാണ് ഇതിലുണ്ടാവുന്ന ടോർക്കും ആ എന്താണ് സ്പ്രിംഗിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്കും ഈക്വൽ ആകുമ്പോൾ അല്ലെ, ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പൊ അറ്റ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയാൻ പറ്റും സി തീറ്റ അല്ലെ, ഇതിലുണ്ടായിട്ടുള്ള റീസ്റ്റോറിംഗ് ടോർക്കും ആ എന്താണ് കോയിൽ ഉണ്ടായിട്ടുള്ള ടോർക്കും IANB അല്ലെ, സി തീറ്റ രണ്ടും ഈക്വൽ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ടോർക്കാണ്, ഇതും ഇക്വേഷൻ ടോർക്കാണ്. ആ രണ്ട് ടോർക്കും ഈക്വൽ ആയിരിക്കും ഇക്വിലിബ്രിയത്തിൽ. സോ യു ക്യാൻ റൈറ്റ് സി തീറ്റ ഇസ് ഈക്വൽ ടു IANB. And from this equation you can find the expression for theta, and then you can write theta is equal to എന്താണ് ഇതിൽ I എന്ന് പറയുന്നത് മാത്രമാണ് അവിടെ വാരിയബിൾ ആയിട്ടുള്ള മാറുന്നൊരു സംഗതി അല്ലെ. നമ്മൾ കൊടുക്കുന്ന നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കറണ്ടാണ്. കറണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. എ എന്ന് പറഞ്ഞ ഏരിയ ഒരു കോൺസ്റ്റന്റ് ആണ്. എൻ നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ആണ്. ബി അവിടെ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഈ കോൺസ്റ്റന്റുകൾ എയും എൻ ബി ഇസ് എ കോൺസ്റ്റന്റ്, അതിന് ഞാൻ ഒരുമിച്ച് എഴുതി. ആൻഡ് ആൾസോ സി, ഈ സി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സിയും റൈറ്റ് സൈഡിൽ വരുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ സിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി എഴുതിയിട്ട് ഐ മാത്രം ഞാൻ പുറത്തേക്ക് എഴുതി. അപ്പൊ ഇതിൽ ABNC ഇതെല്ലാം കോൺസ്റ്റന്റ്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോയിലിന്റെ എന്താണ് ഏരിയ ആണ്. ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. സി എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്പ്രിങ്ങിന്റെ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഐ എന്താണ് അവിടെ നമ്മൾ അപ്പുറത്ത് വേറെ എഴുതി. ഓക്കെ, സോ ഈ ഒരു കോൺസ്റ്റന്റ് ടേമിന് ഞാൻ കെ ഒരു കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കുകയാണ്. സോ യു ക്യാൻ റൈറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു ഐ, or you can write theta is proportional to I. അല്ലെ, ഒരു കോൺസ്റ്റന്റ് I ആണെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എഴുതുമ്പോൾ this angle theta is directly proportional to the current. So deflection, ഒരു കാൽവനോമീറ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കാൽവനോമീറ്റർ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യും, കുറച്ച് കറണ്ട് ആണെങ്കിൽ കുറച്ച് ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. സോ യു ക്യാൻ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു I and the constant K is equal to ABN by C, and that constant is called galvanometer constant. ഈ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണെന്ത്? ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ റിലേഷൻ തീറ്റയും കറണ്ടും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് തീറ്റ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട്. ഓക്കെ, ഇനി ഇതിനനുസരിച്ച് ഓരോ കറണ്ടിനനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്തിട്ട്
ഇപ്പോൾ ഇത്ര ഡിഗ്രി ആണെങ്കിൽ ഇത്ര കറണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കാലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 1 ആംപിയർ കറണ്ട് കടത്തിയിടുമ്പോൾ എത്ര ആംഗിളാന്ന് നോക്കും, അവിടെ നോട്ട് ചെയ്തിട്ട് ആ ആംഗിൾ അനുസരിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ആ സ്കെയിലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിൻ്റെ വാല്യൂ ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ രൂപത്തിലാണ്. ആംഗിൾ നോക്കിയിട്ടാണ് നമ്മൾ കറണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ്, ഗാൽവനോമീറ്ററിൽ പറഞ്ഞു ആംഗിളിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ടിന് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഹൗ ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്റർ. നമുക്ക് ഗാൽവനോമീറ്ററിനെ അതായത് അമ്മീറ്റർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഗാൽവനോമീറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ നമുക്കൊരു വോൾട്ടിമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമീറ്റർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ ആ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ആംപിയർ കറണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. എത്ര ആംപിയർ മെഷർ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ഗാൽവനോമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു അമ്മീറ്റർ ആയിട്ട് മാറ്റാം. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററാണ് അമ്മീറ്റർ. അപ്പോൾ ഹൗ ടു കൺവേർഷൻ ഓഫ് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഗതി ഇതാണ്. വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു ആൻ അമീറ്റർ ബൈ കണക്ടിങ് എ വെരി സ്മോൾ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുക. SHUNT, ഷണ്ട് റെസിസ്റ്റൻസ്. ഒരു വളരെ ചെറിയൊരു റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത്, സ്മോൾ റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് കാൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ഇറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. സോ ദിസ് ഇസ് ദ ഗാൽവനോമീറ്റർ. ആ ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ ഒരു കോയിലുള്ളതാണ്, അതിന് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ, അതിലൂടെ കറണ്ട് പോകുമ്പോൾ അത് ചെറുതായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഗാൽവനോമീറ്ററിന്റെ ഉള്ളിലെ റെസിസ്റ്റൻസ് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ സെപ്പറേറ്റ് ആക്കി അതിന്റെ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വരച്ചതാണ്. സോ ദിസ് ഇസ് ദ ഗാൽവനോമീറ്റർ ആൻഡ് RG ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഇത് ഒന്നിച്ചാണ് ശരിക്കും എന്ത്, ഗാൽവനോമീറ്റർ. ഇത് വേറെ റെസിസ്റ്റൻസ് അല്ല, ഇത് ഗാൽവനോമീറ്ററിന്റെ ഒന്നിച്ചുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്താണ്, RG. ഈ ഗാൽവനോമീറ്ററിനോട് പാരലൽ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ രണ്ട് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ റെസിസ്റ്റൻസ് RS, ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ജംഗ്ഷനിൽ കറണ്ട് എപ്പോഴും സ്പ്ലിറ്റ് ആയിട്ട് പോകും അല്ലേ. ഈ ഗാൽവനോമീറ്ററിൽ പോകുന്ന കറണ്ട് നമുക്ക് IG എന്ന് കൊടുക്കാം, ഗാൽവനോമീറ്റർ കറണ്ട് IG. അങ്ങനെയാണെങ്കിൽ ബാക്കി കറണ്ട് Iയിൽ നിന്നും IG മൈനസ് ചെയ്തായിരിക്കും, ദാറ്റ് ഈസ് I മൈനസ് IG. അപ്പോൾ RSലൂടെ പോകുന്നത് എന്താണ്, I മൈനസ് IG ആണ്. രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ടിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും അല്ലെ. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, വി ഹാവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് G, that is galvanometer, is equal to potential difference across the shunt resistance, that is RS. നമ്മൾ എന്തിനാണ് ഇത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി RS. പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയായിരിക്കണം അത് കണ്ടെത്തണം. എത്ര വാല്യൂ ആണ് അത്, എല്ലാ സമയത്തും ഒരേ രൂപത്തിലല്ല. നമുക്ക് ഓരോ അളവിലുള്ള കറണ്ട് ചിലപ്പോൾ മാക്സിമം നമുക്കൊരു 10 ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്തുണ്ടാക്കണം, ഗാൽവനോമീറ്റർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. മാക്സിമം എത്ര, അതായത് ആ ഗാൽവനോമീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ അത് 10 ആംപിയർ എന്ത് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു അമീറ്റർ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഒരു വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണ് നമ്മളവിടെ കണക്ട് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് മാക്സിമം 1 ആംപിയർ മതിയെങ്കിൽ, അതായത് 0.1, 0.2, 0.3 അങ്ങനെ പോയിട്ട് മാക്സിമം 1 ആംപിയർ മെഷർ ചെയ്യാൻ ആവശ്യമുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള അമീറ്റർ ആണ്. നമ്മൾ അമീറ്റർ തന്നെ പല സ്കെയിലുള്ള അമീറ്റർ ഉണ്ടാവും അല്ലേ. വേണമെങ്കിൽ 0.1, 0.2 അങ്ങനെ 1 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റും, 2 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, 10 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, 20 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന പല റേഞ്ചിലുള്ള അമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലുള്ള മെഷർമെന്റ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് വേണം ഇവിടെ കണക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്, ഓരോ റേഞ്ചിനും ഓരോ വാല്യൂ കൊടുക്കുക. ആ വാല്യൂ കാണാനാണ് നമ്മൾ ഈ ഒരു സംഗതി എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഒരു ഗാൽവനോമീറ്റർ ആണെങ്കിൽ ആ രണ്ട് റെസിസ്റ്റൻസുകളോ എന്തോ നമ്മൾ സീരീസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ രണ്ട് എൻഡിലും, അതായത് ഈ കോമ്പണന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആയിരിക്കും. പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് G എന്ന് പറയുന്നത് ഒന്നിച്ചാണ് G that is equal to potential difference across RS എന്ന് എഴുതാം. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്
അക്രോസ് ജി, ജിയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരുന്നത്? ഇതിലൂടെ പോകുന്ന കറണ്ടും ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഗുണിച്ചാൽ പോരെ. ഐ സീക്വൽ എന്താണ്? വി സീക്വൽ ടു ഐ ഇൻറ്റു ആർ. പഠിച്ചിട്ടില്ലേ? വി വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി ആണ്, ഇതിലെ റെസിസ്റ്റൻസ് എന്താണ്? ആർ ജി ആണ് അല്ലെ. ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസ് ആണ് ആർ ജി എന്ന് പറയുന്നത്. സെപ്പറേറ്റ് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഐ ജി ഇൻറ്റു ആർ ജി is the potential difference across the galvanometer. So I can write that is Ig into Rg, and that is equal to what is the potential difference across the shunt resistance Rs. എന്താണ്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? I minus Ig ആണ്. ഇതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? Rs ആണ്. So you can write I minus Ig into Rs, and now you can find the value of Rs. That is Rs is equal to Ig Rg divided by this I minus Ig. Okay, അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ you will get Rs is equal to Ig Rg divided by I minus Ig. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾക്ക് 10 ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന, അതായത് 0 to 10 ആംപിയർ മാക്സിമം മെഷർ ചെയ്യാൻ പറ്റുന്ന എന്ത് വേണം? ഒരു അമ്മീറ്റർ കൺസ്ട്രക്ട് ചെയ്യണം യൂസിങ് എ ഗാൽവനോമീറ്റർ. അതുകൂടാതെ ക്വസ്റ്റ്യൻ എപ്പോഴും തരുന്നതാണ്, ഈ ഗാൽവനോമീറ്ററിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, ഈ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു മാക്സിമം കറണ്ട് ഉണ്ട്. ആ കറണ്ട് മാക്സിമം കറണ്ടിനനുസരിച്ച് അതിൽ മാക്സിമം ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ തരും. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ തരും എന്താണ്? മാക്സിമം ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ, മാക്സിമം ഐജിയുടെ മാക്സിമം വാല്യൂ ഇത്ര ആംപിയർ ആണ്. ചിലപ്പോൾ പറയും എന്താണ്? ഇപ്പോൾ 1 ആംപിയർ ആണെന്ന് പറയും. അതായത് ഗാൽവനോമീറ്ററിലൂടെ മാക്സിമം എത്ര ആംപിയറെ പോകാൻ പാടുള്ളൂ? 1 ആംപിയർ. അത് 1 ആംപിയർ കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ പോവുകയാണെങ്കിൽ അവിടുത്തെ അതിന്റെ നീഡ് ഫുൾ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും? കാണിക്കുന്നുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ മാക്സിമം ഐ ജിയുടെ വാല്യൂ എത്രയാണ്? 1 ആംപിയർ ആണ്. ഇതും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 10 ആംപിയർ മാക്സിമം നമുക്ക് മാക്സിമം പാസ് ചെയ്യേണ്ട കറണ്ട് എത്രയാണ്? 10 ആംപിയർ ആണ്. ആ സമയത്ത് ഗാൽവനോമീറ്റർ കറണ്ട് എത്രയായിരിക്കും? മാക്സിമം ഡിഫ്ലക്ഷൻ കാണുന്ന സമയത്ത് 1 ആംപിയർ ആയിരിക്കും. അപ്പോൾ ഈ റിലേഷനിൽ ഇവിടെ നമ്മൾ അത് കൊടുക്കുക, അതായത് എത്ര ആംപിയർ ആണോ നമുക്ക് മാക്സിമം മെഷർ 10 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇവിടെ 10 എന്ന് കൊടുക്കുക. ഐ ജി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഗാൽവനോമീറ്റർ കറണ്ട് മാക്സിമം സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഗാൽവനോമീറ്റർ കറണ്ട് വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഐ ജി കൊടുക്കുന്നു. ആർ ജി ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തരും, അതും നമ്മൾ ആർ ജിയുടെ സ്ഥലത്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു വാല്യൂ, റെസിസ്റ്റൻസ് കിട്ടും. ആ റെസിസ്റ്റൻസ് ആണ് നമ്മൾ 10 ആംപിയർ വരെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗാൽവനോമീറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടി, ഇപ്പോൾ ഒരു 0.5 ഓം എന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചു, 0.5 ഓം. അങ്ങനെയാണെങ്കിൽ 10 ആംപിയർ വരെ മെഷർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? 0.5 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു സംഗതി നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് പാരലായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഈ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി? ആ കറണ്ട് സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാൽവനോമീറ്റർ വെൻ യൂണിറ്റ് കറണ്ട് പാസ് ത്രൂ ഇറ്റ്. അതായത് ഒരു ഗാൽവനോമീറ്ററിലൂടെ യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഗാൽവനോമീറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എന്താണ്? ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാൽവനോമീറ്റർ. അതായത് ഗാൽവനോമീറ്ററിലൂടെ ഇപ്പോൾ യൂണിറ്റ് കറണ്ട് എന്ന് പറഞ്ഞപ്പോൾ 1 ആംപിയർ കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ആ ഗാൽവനോമീറ്റർ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി. അതായത് നമുക്ക് റിലേഷൻ തീറ്റ സീക്വൽ ABN/C ഇൻറ്റു ഐ എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. അവിടുന്ന് ഐ കൊണ്ട്, അതായത് ആംഗിളിനെ, ആ ഡിഫ്ലക്ഷൻ ടോട്ടൽ ആംഗിളിനെ നമ്മൾ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ എന്താണ്? യൂണിറ്റ് കറണ്ട് നമുക്ക് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ABN/C ആണ്. ഇനി എങ്ങനെ നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും? ഹൗ വി ക്യാൻ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അമീറ്റർ അല്ലെങ്കിൽ ഒരു ഗാൽവനോമീറ്റർ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹൗ ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, ആ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റുന്ന മാർഗം, മെത്തേഡ്സ് ആണ്. ഒന്ന് ബൈ ഇൻക്രീസ്, ഞാൻ മുകളിലേക്ക് ഞാൻ ആരോ ഇടുന്നത് അതിൻ്റെ അർത്ഥം ഇൻക്രീസിങ് എന്നാണ് കേട്ടോ, കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻക്രീസിങ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കോയിൽ. ഈ കോയിലിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്താൽ അല്ലെ, എയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ തീറ്റ ബൈയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അത് ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസിങ് എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്.
ഓക്കെ. നെക്സ്റ്റ് നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് സി ഡി താഴെയാണ്. അപ്പോൾ സി എന്ത് ചെയ്യണം, സിയുടെ വാല്യൂ ചെറുതാകുമ്പോഴല്ലേ എന്താണ് LHS നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക. സോ ബൈ ഡിക്രീസിങ് കപ്പിൾ പെർ യൂണിറ്റ്സ്. ഇപ്പോൾ ലോ ടെൻഷൻ ആയിട്ടുള്ള അധികം പവർ ഇല്ലാത്ത ലോ സ്പ്രിങ്, അതായത് ചെറിയ കറണ്ട് വരുമ്പോൾ തന്നെ ആ സ്പ്രിങ് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഗാൽവനോമീറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ബൈ ഡിക്രീസിങ് ദ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് വി ക്യാൻ ഇൻക്രീസ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. ഇത് നോട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഗാൽവനോമീറ്റർ എങ്ങനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതുപോലെ തന്നെ ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് എങ്ങനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, അതിനും ഒരു വളരെ സിമ്പിൾ മെത്തേഡാണ്. ബൈ കണക്ടിങ് എ ലാർജ് റെസിസ്റ്റൻസ്. നേരത്തെ നമ്മൾ സ്മോൾ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ നോക്കുക ലാർജ് റെസിസ്റ്റൻസ്, അതിന്റെ വാല്യൂ ഇപ്പോൾ R ആണെങ്കിൽ അല്ലെ, ആ ലാർജ് റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഇൻ സീരീസ് വിത്ത് ഇറ്റ്, അതായത് ഒരു ഗാൽവനോമീറ്റർ. സോ ഇതാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് RG. ഞാനത് പുറത്ത് സെപ്പറേറ്റ് ആക്കി വരച്ചതാണ്, മനസ്സിലാക്കുക. ഈ R എന്ന് പറഞ്ഞാൽ ശരിക്കും ഗാൽവനോമീറ്ററിന്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് RG ആൻഡ് we are connecting a large resistance, ഒരു ഹൈ റെസിസ്റ്റൻസ് നമ്മൾ ഈ ഗാൽവനോമീറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം അറേഞ്ച്മെന്റ് നമുക്ക് വോൾട്ട് മീറ്റർ എന്ന് പറയാൻ പറ്റും. നേരത്തെ നമ്മൾ ഇതേപോലെയുള്ള അമീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, അതിനൊന്നിച്ച് നമുക്ക് അമീറ്റർ എന്ന് പറയാം. അതേ രൂപത്തിൽ ഇവിടെ നമുക്ക് ഇതിനെ വോൾട്ട് മീറ്റർ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഈ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വോൾട്ട് മീറ്റർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നമുക്ക് എത്ര വോൾട്ടാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് ആറിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 10 വോൾട്ട് അല്ലെങ്കിൽ 100 വോൾട്ട് വരെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ എത്ര വാല്യൂ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യേണ്ടത്, നമ്മൾ ആ വാല്യൂ നമുക്ക് മെഷർ ചെയ്യേണ്ട അളവ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേഷൻ നടത്തിയിട്ട് ആറിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ആ ആറിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇത് വോൾട്ട് മീറ്റർ ആണെങ്കിൽ ആ വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഗാൽവനോമീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഇതിനൊന്നിച്ചുള്ള ടോട്ടൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് V ഈക്വൽ ടു, നമുക്ക് പറയാം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഈ കറണ്ട് ഗാൽവനോമീറ്റർ കറണ്ട് എന്ന് പറഞ്ഞുകൂടാ, കാരണം ഈ ഗാൽവനോമീറ്റർ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഏതിലൂടെയും പോകുന്നത്, ഈ റെസിസ്റ്റൻസിലൂടെയും പോകുന്നത്. സോ നമുക്ക് ഈ കറണ്ടിനെ ഗാൽവനോമീറ്റർ കറണ്ട് എന്ന് പറയാൻ പറ്റും. സോ യു ക്യാൻ റൈറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to IG into ഇവിടുത്തെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എന്നാണ് RG പ്ലസ് അതേ കറണ്ട് തന്നെയാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ IG ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് R, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് R ആണ് കാണേണ്ടത്. സോ IGR നിർത്തിയിട്ട് ഈ IGRG LHS കൊണ്ടുവരാം. സോ അത് ഞാൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് ആക്കി എഴുതാണ്. സോ IGR is equal to V മൈനസ് എന്ത് വരും, IGRG. അപ്പോൾ ഇവിടുന്ന് R ഈക്വൽ ടു ഈ IG ഡിനോമിനേറ്ററിലേക്ക് വരും. ദാറ്റ് ഈസ് V മൈനസ് IGRG ഡിവൈഡ് ബൈ IG. ഞാൻ ഇതിനെ സെപ്പറേറ്റ് രണ്ട് ഡിനോമിനേറ്റർ എന്താണ് ഒന്ന് ഡിവൈഡ് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ R is equal to ഇവിടെ V by IG എന്ന് വരും മൈനസ് IGRG by IG എന്ന് വരും. IGയും കട്ട് ചെയ്യുമ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, RG ആണ്. സോ R is equal to V by IG മൈനസ് RG. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ആറിന്റെ വാല്യൂ കണ്ടെത്തുക? ഇപ്പൊ നമുക്ക് ഒരു 100 വോൾട്ട് മാക്സിമം മെഷർ ചെയ്യണം. മാക്സിമം 100 വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വോൾട്ട് മീറ്റർ നിങ്ങൾ തന്നിട്ടുള്ള ഗാൽവനോമീറ്റർ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ എത്രയാണ് കണ്ടെത്താൻ? ഇവിടെ നിങ്ങൾക്ക് IG ഇവിടെയും തരും. എന്താണ് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന മാക്സിമം കറണ്ട് അല്ലെ, മാക്സിമം ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്റർ എപ്പോഴാണ് കാണിക്കുക, എത്ര ഒരു ആംപിയർ. അപ്പോൾ 0.5 ആംപിയർ കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ പോകുമ്പോൾ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതിനെന്ത് കൊടുക്കുക, ദാറ്റ് ഈസ് IG അല്ലെ. IGയുടെ വാല്യൂ 0.05 തന്നിട്ട് ക്വസ്റ്റ്യനിൽ തരും. അതുപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര വോൾട്ട് വരെ നമുക്ക് മെഷർ ചെയ്യണം, 100 വോൾട്ട് ആണ്. അപ്പോൾ 100, അപ്പോൾ Vയുടെ വാല്യൂ നമ്മൾ ഈക്വേഷൻ എന്ത് കൊടുക്കുക, 100 കൊടുക്കുക, ഡിവൈഡ് ബൈ IG എന്ത് കൊടുക്കുക, 0.5 കൊടുക്കുക. ആൻഡ് RG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തരും. അതും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് ആറിന്റെ വാല്യൂ കിട്ടും. ഒരു വലിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവാം. ആ വലിയ വാല്യൂ ഇപ്പം 1000 ആവാം, 500 ആവാം, എത്രയാണോ കിട്ടുന്നത് ആ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് എന്താണ് എ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട് മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പ്രോബ്ലം തരുന്ന സമയത്ത് ആ ആറിന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി കണ്ട പോലെ ഈ വോൾട്ട് മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യും. ഇതിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? നേരത്തെ കറണ്ട് സെൻസിറ്റിവിറ്റി പറഞ്ഞു. എന്തായിരുന്നു കറണ്ട് സെൻസിറ്റിവിറ്റി? It is defined as the deflection produced in the galvanometer when unit current is flowing through it. അല്ലേ, യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഡിഫ്ലക്ഷനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ എന്താണ്, അതെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗാൽവനോമീറ്റർ when unit voltage is applied on the coil. ആ കോയിലിലേക്ക് നമ്മൾ ഒരു യൂണിറ്റ് വോൾട്ടേജ് വന്നപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ കോയിലിനാണ് കൊടുക്കുമ്പോൾ ആ കോയിലിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, ആ ഡിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാൽവനോമീറ്റർ വെൻ യൂണിറ്റ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ കോയിൽ. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതാണ്. നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് തീറ്റ ബൈ ഐ ദിസ് കാൾഡ് കറണ്ട് സെൻസിറ്റിവിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ABN/C. അല്ലേ, ആ ഇക്വേഷൻ അതിൽ ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ്, നമ്പർ ഓഫ് ടേൺ ഡിവൈഡ് ബൈ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും LHSലും RHSലും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ R. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോയിൽ, ഗാൽവനോമീറ്ററിന്റെ കോയിലിന്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിച്ചു. ആ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ രണ്ട് ഭാഗവും LHSും RHSും ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തീറ്റ ബൈ ഐ താഴെ ഒരു R വരും. അതുപോലെ RHSൽ ABN/C ഉണ്ട്, അവിടെയും എന്ത് വരും? R എന്ന് പറയുന്ന ടേം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ I into R എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോൾട്ടേജ്. നമുക്ക് V എന്ന് കൊടുക്കാം. സോ തീറ്റ ബൈ V എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ABN/CR. ABN/CR. ഞാൻ ഇവിടെ N/R ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. അത് നമ്മൾ അതിന്റെ സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഈ തീറ്റ ബൈ V എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ABN/CR. ഇനി നമ്മൾ പറയുന്നത് ഈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതല്ല എങ്ങനെ നമുക്കൊരു ഗാൽവനോമീറ്ററിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ എഴുതിയിട്ട് ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദ കോയിൽ. ആ കോയിലിന്റെ ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. സോ വി ക്യാൻ ഇൻക്രീസ് ദ എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. രണ്ടാമത്തെ എന്താണ്? ഇൻക്രീസിങ് ദ magnetic field strength. We can increase the strength sensitivity, voltage sensitivity, and decreasing the couple per unit test. ഇത് മൂന്നും നമ്മൾ എവിടെ പറഞ്ഞത് തന്നെയാണ്? കറണ്ട് സെൻസിറ്റിവിറ്റിയിൽ പറയുന്ന സംഗതി തന്നെയാണ്. പക്ഷെ അതിൽ കറണ്ട് സെൻസിറ്റിവിറ്റി ഒന്നുകൂടെ ഉണ്ടാകും, നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വൈ? എന്താ കാരണം? എന്താ ശ്രദ്ധിച്ചു നോക്കുക. ആസ് n ഇൻക്രീസസ്, നമ്മൾ നമ്പർ ഓഫ് കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാന്ന് പറഞ്ഞാൽ കോയിലിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ ആ കോയിലിന്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യൂലേ? ഒരു വലിയ ചെറിയ വയറിനാണോ വലിയ വയറിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക? വലിയ വയറിനാണ്. ലെങ്ത് റെസിസ്റ്റൻസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. വെൻ ലെങ്ത് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലെങ്ത് കൂടാണ്. ലെങ്ത് കൂടുമ്പോൾ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണെങ്കിൽ എന്നും കൂടുന്നുണ്ട്, ഒപ്പം ആറും കൂടുന്നുണ്ട്. എന്നിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് 6 കൂടുക, അല്ലെ? N2N 2 ഇരട്ടിയാകുമ്പോൾ റെസിസ്റ്റൻസും 2 ഇരട്ടിയാവും. അപ്പൊ N2N ആകുമ്പോൾ R 2R ആവും. അത് കട്ട് ചെയ്യുമ്പോൾ N/R എന്ന് പറഞ്ഞാൽ ഈ N/R എന്ന് പറയുന്ന ടേം എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ N/R റിമൈൻസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ഒരു ഗാൽവനോമീറ്ററിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതിലെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം മനസ്സിലായല്ലോ, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. സോ N/R, the term N/R remains a constant. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നേരത്തെ ഉള്ള ഇക്വേഷൻ. R എന്ന് പറയുന്ന ടേം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നു പറയാം. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ താഴെ ഡിനോമിനേറ്റർ പുതിയൊരു ആളുണ്ട്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ. അതും ഇൻക്രീസ് ചെയ്യുമ്പോൾ N/R റിമൈൻസ് എ കോൺസ്റ്റന്റ്. സോ നമ്പർ ഓഫ് ടേൺസ് do not depend on the voltage sensitivity, or it is independent of voltage sensitivity. So ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അതുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.